നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. പക്ഷേ സീരിയസ് ആയിട്ട് ഞാൻ ചോദിക്കുക, നിനക്ക് വേണ്ടി ഞാൻ സംസാരിക്കാത്തല്ലേ? നിനക്ക് വിഷമമില്ലേ? ഇല്ല ഗിരിയേട്ടാ, ഇതിനു മുമ്പ് പല വിഷയങ്ങളിലും ഗിരിയേട്ടൻ എനിക്ക് വേണ്ടി സംസാരിക്കാത്തതിൽ എനിക്ക് വിഷമം തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇപ്പൊ ഗിരിയേട്ടൻ എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ സംസാരിക്കാത്തതെന്ന് എനിക്ക് മനസ്സിലായി. നമ്മൾ രണ്ടുപേരും ഒന്നും പ്രതികരിക്കാത്തതുകൊണ്ട് അമ്മയ്ക്ക് ജയിച്ചു എന്ന് തോന്നി. അമ്മയ്ക്കത് സന്തോഷായി. അതോടെ ആ പ്രശ്നം കഴിഞ്ഞല്ലോ. വൈകിയാണെങ്കിലും എന്നെ നീ മനസ്സിലാക്കിയല്ലോ, സന്തോഷമായി. ഈ വീട്ടിലെ എന്റെ അവസ്ഥ കയ്യാലപ്പുറത്ത് തേങ്ങ പോലെയാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് അനാവശ്യമായിട്ടുള്ള പ്രശ്നം ഉണ്ടാക്കാൻ എനിക്കും താല്പര്യമില്ല. ഞാൻ മാറി നിന്നതുകൊണ്ട് അമ്മയ്ക്ക് ഗിരിയേട്ടനെ ഒറ്റയ്ക്ക് കിട്ടിയതിന്റെ സന്തോഷവും കാണാനുണ്ടായിരുന്നു. കുറെ കാലത്തിന് ശേഷമല്ലേ അമ്മ ഗിരിയേട്ടന് ഭക്ഷണം വാരിത്തരുന്നതും. അതിന് കാരണക്കാരിയാകാൻ കഴിഞ്ഞതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. അമ്മ നിന്റെ അവകാശങ്ങൾ തട്ടിയെടുക്കുകയാണെന്ന് നിനക്ക് തോന്നാറില്ലേ? ഇല്ല, അമ്മ എനിക്ക് തരുന്ന സ്ഥാനമേ എനിക്ക് അവകാശപ്പെട്ടതായിട്ടുള്ളൂ. ഇത്രയും വർഷം ഗിരിയേട്ടനെ നോക്കി വളർത്തിയ അമ്മയുടെ സ്ഥാനം എനിക്ക് വേണമെന്ന് പറയുന്നതിൽ എന്ത് ന്യായമുള്ളത്? ഗിരിയേട്ടൻ ഒരു നല്ല ഭർത്താവൂന്ന് എനിക്ക് ആദ്യം തോന്നിയത് അമ്മയ്ക്ക് ഗിരിയേട്ടൻ കൊടുക്കുന്ന ബഹുമാനം കണ്ടിട്ടാ. അതേ ബഹുമാനം ഗിരിയേട്ടനെ എനിക്കും തരുന്നുണ്ട്. എനിക്കത് മതി. എനിക്കൊരു പോലീസുകാരിയായ ഭാര്യ തന്നതിന് ഞാൻ നിന്നെ ഒരുപാട് പഴിച്ചിട്ടുണ്ട്. ഇപ്പോഴാ മനസ്സിലായത്, ഈശ്വരൻ ചേരേണ്ടവരെ തമ്മിലേ ചേർക്കുമെന്ന്.